ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 4K മല്ലു ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് വ്ളോഗാണല്ലോ. അപ്പോൾ ക്രിസ്മസ് വ്ളോഗ് ഇടാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണമെന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഈവനിങ് ഒക്കെ ആയിട്ടോ, ഒരു കരോളൊക്കെ ഇറങ്ങുന്ന സമയമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെല്ലാം കൂടി തട്ടിപ്പിടിച്ച് എല്ലാം കൂടി റെഡിയായി വരുമ്പോഴേക്കും ഇത്രയും സമയമായി. ലൈറ്റൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഈ കൊച്ചു കണ്ട മൂത്തയാൾ അഞ്ജലീന ഈ പുൽക്കൂടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റിങ്സൊക്കെ ഒന്ന് പോയതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അവരുടെ പപ്പ കൊണ്ടുവന്ന വാക്യൂം ക്ലീനറാണ് അതിൻ്റെ പൊടി അടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നേരത്തെ ഞങ്ങൾ അടിച്ച് വെച്ചായിരുന്നു, എന്നാലും ബാലൻസ് ഉള്ളതൊക്കെ അവൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആട്ടോ ഈ വാക്യൂം ക്ലീനർ. നമുക്ക് ഇതുപോലുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്കൊക്കെ ഹാൻഡി ആയതുകൊണ്ട് നല്ല കിടലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളവിടെ ഓൾറെഡി ഒരു ടേബിളല്ല, ആക്ച്വലി അതൊരു ബോക്സ് ആയിരുന്നു. ആ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് സെറ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുൽക്കൂടിൽ വയ്ക്കേണ്ട മാതാവും പിതാവും എല്ലാവരും, പിന്നെ പുറത്ത് നിൽക്കുന്ന രാജാക്കന്മാരും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. അപ്പം നമ്മൾ ഓരോന്നായിട്ട് പെറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തിരുന്നുകൊണ്ട് നമ്മുടെ അബിഗയിലും അപ്പയും കുഞ്ഞാവയും കൂടി ഭയങ്കര കളിയാട്ടോ. കുഞ്ഞാവയ്ക്ക് ഇതൊക്കെ ലൈറ്റൊക്കെ കൂടി കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്, കാരണം കുഞ്ഞാവയുടെ ആദ്യത്തെ ക്രിസ്മസും കൂടിയല്ലേ. അപ്പോൾ നമ്മൾ ഔസേപ്പിതാവിനെ മാതാവിനൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ പപ്പയുടെ അടുത്ത് കൂടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഓടി വന്നിട്ട് ഉണ്ണീശ്വരനെ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആൾക്ക് പെട്ടെന്ന് ഒരു വീഴ്ച സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാവേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവൾ ഭയങ്കര കരച്ചിലായി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലെനിക്കൊരു കഷ്ണം കിട്ടി അവിടെ കിടന്ന്. പക്ഷേ അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഒരു ഫ്ലോപ്പായിരുന്നു. അതായത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഔസേപ്പിതാവിനകത്തേക്ക് ഞാൻ തന്നെ വെച്ച് നോക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവളുടെ പപ്പാനെ പറയുന്നത് അത് ഉണ്ണീശ്വരൻ്റെ കൈയാണ് പോയതെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, ഉണ്ണീശ്വരൻ്റെ ഒരു കൈ പോയി ഗൈസ്. അങ്ങനെ ഉണ്ണീശ്വരൻ്റെ ഒരു കൈ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ണീശ്വരനെ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ പതുക്കെ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആളത്ര അങ്ങോട്ട് ഇൻവോൾവ് ആയില്ല. ആൾ ഭയങ്കര കരച്ചിലായി, അപ്പ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ നമ്മുടെ ഈയണ്ടറിക്കിനെ നമ്മൾ കയ്യിലെടുത്തിട്ട് അവളെ പപ്പ എടുത്തു. അപ്പോൾ അവൾക്കൊരു സന്തോഷമായിട്ടാണ്. അങ്ങനെ ഈയണ്ടറിക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ കളിപ്പിക്കുമ്പോൾ ആൾ ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ. നമ്മളിത് ലോങ് ഡിസ്റ്റൻസിൽ വെച്ചേക്കുന്നതുകൊണ്ട് ചിരിയൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത്രയും ലൈറ്റുകളൊക്കെ കാണുമ്പോൾ ശരിക്കും വീടിൻ്റെ മുകളിലൊക്കെ ലൈറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ലൈറ്റാണ്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആൾ കണ്ടുപോയി നേരത്തെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ ആൾക്ക് ഇതിനകത്തൊക്കെ കയറി പിടിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മക്കൾ അവിടെ ചെന്നിട്ട് ഉണ്ണീശോനെ വെക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, ഞാൻ പറഞ്ഞു പിന്നീട് വെച്ചാൽ മതി, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മൂത്ത ആൾ വെക്കുമ്പോഴേക്കും കുറേ ലൈറ്റുകൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പിണച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുമ്പോൾ തട്ടി വീണ് അങ്ങനെ ഒരു 3-4 ലൈറ്റിൻ്റെ ലെയറുകൾ അങ്ങോട്ട് ഓഫായിപ്പോയി. അപ്പോൾ അതൊക്കെ വീണ്ടും പപ്പ നോക്കുകയാണ് കേട്ടോ. അവരുടെ പപ്പ തന്നെയാണ് അതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അത് അവളുടെ കാല് തട്ടിയിട്ട്, അപ്പോൾ അവളോട് നീ സൂക്ഷിച്ച് നടക്കണ്ടേന്നൊക്കെ ഞങ്ങൾ വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്കും ഇത്തിരി വിഷമമായിട്ടുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അങ്ങോട്ട് മാറിപ്പോയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആൾ സെറ്റായിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുകയാണ് ഏതൊക്കെ ലൈറ്റ് പോയി എന്നുള്ളത്. അത് കഴിഞ്ഞ് അവളുടെ പപ്പ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അടുത്ത ആൾ അപ്പോൾ വീണ്ടും കെട്ടുപോയ ലൈറ്റുകളൊക്കെ ശരിയാക്കാനുള്ള ഭയങ്കരമായ പരിപാടികളിലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അത് പറഞ്ഞു ആ പൊസിഷനൊക്കെ നമ്മൾ മാറ്റിയിടുമല്ലോ, അതെല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ആരൊക്കെ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും എല്ലാ ക്രിസ്മസിനും ഇങ്ങനെയുള്ളതാണ്. ആദ്യം ഇട്ട പോലെ ഇരിക്കുന്ന ലൈറ്റുകൾ പിന്നെ എടുത്തത് അത് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മാറ്റിയിടും. ചിലപ്പോൾ ഇന്ന് ഇടുന്ന പോലെ ആയിരിക്കില്ല നാളെ ഇടുന്നത്. അത് ഓരോ ദിവസങ്ങളും ഞങ്ങൾ അതിൻ്റെ പൊസിഷൻസൊക്കെ മാറ്റിയിടാറുണ്ട്.
ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നുമ്പോൾ മാറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പപ്പയിട്ട ലൈറ്റുകളൊക്കെ ഞാൻ താഴെ കിടന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോ ചെടികളിലേക്കൊക്കെ ഇങ്ങനെ കൊളുത്തിടാൻ നോക്കുകയാണ്. നമ്മളവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കൊളുത്തിടാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രോയ് ആവാത്ത രീതിയിൽ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം അവിടെ നിന്ന് നമുക്കൊരു ഒരൊറ്റ പ്ലഗിൽ മാത്രമുള്ള ഒരൊറ്റ പ്ലഗിലാണ് നമ്മൾ എല്ലാ ലെയർസും കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകും. നമ്മളൊന്ന് കൈ തട്ടിയാലോ കാല് തട്ടിയാലോ ഒക്കെ പെട്ടെന്ന് വിട്ടുപോകും. എല്ലാം കൂടി അവിടെ ഇങ്ങനെ ഒരുമിച്ച് കുത്തി വെച്ചേക്കുവാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അബികയിൽ നമ്മൾ ഒന്ന് ചേർപ്പായിട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ലെൻസറൊക്കെ പിടിപ്പിച്ചുകൊണ്ട് അതിനകത്ത് കളിയായി. പിന്നെ ആളൊന്ന് ഹാപ്പിയായി. അപ്പം അടുത്ത ആളൊന്ന് ചെറുതായിട്ടൊന്ന് മൂഡ് ഓഫായി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ലൈറ്റുകളൊക്കെ ആളുടെ കാല് തട്ടിയൊന്ന് പോയല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ആളുടെ മൂഡ് ഓഫായിട്ട് ആളിവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പായിട്ടോ. അത് കഴിഞ്ഞ് മറ്റേ ആൾ ഭയങ്കര ജോളിയായിട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുക.